ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ആമണ്ടൂർ മർഹൂം അബ്ദുട്ടി ഹാജി നഗർ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ ബിൽഡിംഗ് ഉദ്ഘാടനവും മദ്രസ പ്രവേശനോത്സവവും നടന്നു. സ്വലാഹുദ്ദീൻ ലത്തീഫി പ്രാർത്ഥന നിർവഹിച്ചു. PA കൺസ്ട്രക്ഷൻസ് ബിസ്മി ഗ്രൂപ്പ് ഡയറക്ടർ PA നൌഷാദ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ പ്രസിഡന്റ് ഇക്ബാൽ നായരുകുളത്തിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി അൻസാരി പരിപ്പുകുളത്തിങ്കൽ സ്വാഗതം പറഞ്ഞു. SYS കേരള ദഅവ ഡയറക്ടറേറ്റ് സിറാജുദ്ദീൻ സഖാഫി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അഫ്ളലുൽ ജിഹാദ്, ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് അത് ദഅവത്ത് നടത്തലാണെന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ ഹബീബായ പ്രവാചകർ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭാഗത്ത് ദിക്ർ ഹൽക്ക നടക്കുന്നുണ്ട്, മറുഭാഗത്ത് ഇൽമിയായ ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ടും ഖൈറാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നത് ഇൽമിയായ ചർച്ചയുടെ കൂടെയാണ്. എന്നിട്ട് ഹബീബായ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, ശുഹദാഇന്റെ രക്തത്തുള്ളിയേക്കാൾ മഹത്വമുണ്ട് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി രചനകൾ നടത്തുന്ന പണ്ഡിതന്മാരുടെ പേനയിലെ മഷിത്തുള്ളിക്കെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അലാ അദുല്ലുകും ബി അഫ്ളല ദറജതൻ മിനസ് സലാത്തി വസ്സദഖതി വസ്സിയാം. നിങ്ങൾക്ക് സുന്നത്ത് നിസ്കാരത്തേക്കാൾ, സുന്നത്ത് നോമ്പിനേക്കാൾ, അതുപോലെ തന്നെ സുന്നത്തായ സദഖയേക്കാൾ, അപ്രകാരം തന്നെ സുന്നത്തായ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുന്നുണ്ട്, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരാം. PMS തങ്ങൾ ബ്രാലം ദുആ നിർവഹിച്ചു. ഷാജി മുസ്ലിയാർ മദ്രസ വിശദീകരണം നടത്തി. നൌഷാദ് ചളിങ്ങാട്, സുധി പൂത്തോട്ട്, ഫസ്ലുദ്ദീൻ ബ്ലാഹയിൽ, അബ്ദു ഹാജി, മജീദ് ആലിപ്പറമ്പിൽ, നൌഫൽ സഖാഫി, നാഹിൽ അസനി, സ്വലാഹുദ്ദീൻ ലത്തീഫി, അഷ്റഫ് കൊല്ലിയിൽ, TA ഹർഷാദ്, സിദ്ദിഖ് ഹാജി എന്നിവർ സംസാരിച്ചു. ഇസ്ലാമിക് സ്റ്റഡി സെന്റർ ഭാരവാഹികൾ പങ്കെടുത്തു. തുടർന്ന് ഇശൽ വിരുന്ന് നടന്നു. ഷമീർ കാട്ടിലാൻ നന്ദി പറഞ്ഞു. നാം നടത്തേണ്ടിയിരിക്കുന്നു, നാം മാറ്റേണ്ടിയിരിക്കുന്നു. ആഴ്ചയിൽ നടക്കുന്ന ക്ലാസുകൾ ഇൻഷാ അല്ലാഹ് അവിടെ ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും മുതിർന്ന വിദ്യാർത്ഥികൾക്കുമുള്ള ക്ലാസുകൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ആരംഭിക്കണമെന്നാണ് കമ്മിറ്റിയുടെ നിർദ്ദേശം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങളെ അറിയിക്കും. അതൊക്കെ നടക്കുമ്പോൾ ഒരു മദ്രസ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും വലിയ വിദ്യാർത്ഥികൾക്കും ഒക്കെ ക്ലാസുകൾ ഇൻഷാ അല്ലാഹ് തരം തിരിച്ച് ക്ലാസുകൾ കൊടുക്കും. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇൻഷാ അല്ലാഹ് സ്റ്റഡി സെന്റർ ചെയ്യുന്നുണ്ട്. കൂടാതെ സ്കൂൾ ഓഫ് ഖുർആൻ എന്നുള്ള രീതിയിൽ നേരത്തെ നടന്നു വന്ന പദ്ധതികളും ആഴ്ചയിൽ നടക്കുന്ന ക്ലാസുകളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയോടുകൂടിയൊക്കെ തുടങ്ങണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. കൂടാതെ വനിതകൾക്കായി എംബ്രോയിഡറി പോലെയുള്ള ക്ലാസുകൾ, മറ്റ് സ്വയം പര്യാപ്തമാകുന്ന രീതിയിലുള്ള ക്ലാസുകൾ തുടങ്ങണമെന്നും കമ്മിറ്റിയുടെ നിർദ്ദേശത്തിലുണ്ട്. രക്ഷിതാക്കൾ നമ്മളോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഈ സ്ഥാപനത്തിലൂടെ നമുക്ക് നടത്തേണ്ടതുണ്ട്. എല്ലാവരും അതുമായി സഹകരിക്കണം എന്ന് കൂടി അറിയിക്കുകയാണ്.